കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. വിദ്യാർത്ഥി പ്രതിനിധിക്കായിട്ടുള്ള ഒരു സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, വിശദാംശങ്ങൾ. അനുജ, അല്പം മുൻപാണ് സിൻഡിക്കേറ്റ് വിദ്യാർത്ഥി പ്രതിനിധിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. സെനറ്റ് അംഗങ്ങളുടെ വോട്ടെടുപ്പാണ് തുടരുന്നത്. 97 അംഗങ്ങളാണ് സെനറ്റ് അംഗങ്ങളുള്ളത്. അതിൽ 50-ലധികം പേരും ഇടതുപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനയുടെയോ അധ്യാപക സംഘടനയുടെയോ പ്രതിനിധികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ SFI നോമിനേറ്റ് ചെയ്തിരിക്കുന്ന SFIയുടെ വൈബിൾ ചാക്കോ തന്നെയായിരിക്കും ഒരുപക്ഷെ സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യത. KSU സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷിനാസ് ബാബു മത്സരിക്കുന്നുണ്ട്. ABVP സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിയിരുന്നു. കാരണം ഗവർണർ നോമിനേറ്റ് ചെയ്ത സ്ഥാനാർത്ഥിയായിരുന്നു ഈ സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് നാമനിർദ്ദേശം നൽകിയത്. അത്തരത്തിൽ നാമനിർദ്ദേശം നൽകാൻ കഴിയില്ല. നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ നോമിനേഷൻ തള്ളിയത്. 10 മണിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. അതിനുശേഷം ഇന്നത്തെ സെനറ്റ് യോഗം, അതിനുശേഷം നടക്കുന്ന സെനറ്റ് യോഗത്തെ, പൂർണ്ണ സെനറ്റ് യോഗത്തെ ഗവർണർ അഭിസംബോധന ചെയ്യും. ഇത് രണ്ടാം ഘട്ടമാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടക്കുന്ന സെനറ്റ് യോഗത്തിൽ ഗവർണർ നേരിട്ടെത്തുന്നത്. ആദ്യ സെനറ്റ് യോഗത്തിൽ എത്തിയ ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ എല്ലാം പുകഴ്ത്തി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ പുറത്ത് SFIയുടെ പ്രതിഷേധവും ഉണ്ടാവും. ഗവർണർക്കെതിരെ ബാനർ ഉയർത്താനാണ് ഇപ്പോൾ SFI പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30-ക്കാണ് VC-മാരുടെ യോഗം. 14 സർവകലാശാലകളുടെയും VC-മാർ ഇന്ന് 1:30-ക്ക് രാജ്ഭവനിൽ യോഗം ചേരും. അനുജ.